അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കതിൽ എത്ര പേരോടൊപ്പം പോകാൻ പറ്റും? സർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്ക് അവരെ കണ്ടെത്താൻ പറ്റും സർ. നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാകും. പക്ഷേ നിങ്ങൾ അല്പം ക്ഷമ കാണിച്ചേ പറ്റൂ, പ്ലീസ്. ഞങ്ങളവരെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞില്ലേ? സാർ, അവന്റെ ടെൻഷൻ കൊണ്ട് അവൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. മറ്റൊന്നും കരുതരുത്. എങ്ങനെയെങ്കിലും നന്ദിനി മോളെ കണ്ടുപിടിച്ച് തരണം സാർ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ കാണുന്നതല്ലേ അതൊക്കെ. ശരി സാർ. സൂര്യ, അച്ഛാ, ഇവരെ കൊണ്ടൊന്നും നടക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. അവരിതൊരു സാധാരണ കേസ് മാത്രമായിട്ടാണ് കാണുന്നത്. ഒരുപാട് മിസ്സിംഗ് കേസുകളുടെ കൂടെ ഒരെണ്ണം മാത്രം. നന്ദിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല അച്ഛാ. എടാ, അവർക്ക് പ്രാക്ടിക്കലായാലേ ചിന്തിക്കാൻ പറ്റൂ. അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അന്വേഷണത്തിന് ഇറങ്ങിയവര് അദ്ദേഹത്തെ വിളിക്കുന്നത് നമ്മളും കണ്ടതല്ലേ? നമ്മളും കൂടെ അവിടെ ഇരുന്നതല്ലേ? അപ്പോൾ ഓരോ നിമിഷം വൈകും തോറും എനിക്ക് പേടിയാണ് അച്ഛാ. അച്ഛനല്ലാതെ മറ്റാരും എന്റെ കൂടെ ഇല്ല. നന്ദിനി തിരിച്ചു വരണമെന്ന് വേറെ ഒരാൾ പോലും മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലുമില്ല. അച്ഛാ, അവക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവിടെ? നന്ദിനിക്കൊന്നും സംഭവിക്കില്ല, അതെനിക്ക് ഉറപ്പാടാ. അവള് പ്രാർത്ഥിക്കുന്ന ദൈവം കാവലുണ്ട്. പിന്നെ കരുത്തോടെ നീ തളർന്നു പോകാതിരുന്നാ മാത്രം മതി. അവള് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും. മമ്മി, കുറച്ചു കഴിയുമ്പോൾ ആളുകളെല്ലാം കയറി വരും. ഡാഡി വന്നില്ലല്ലോ ഇതുവരെ. ഡാഡി വരില്ല മമ്മി. നന്ദിനിയെ കിട്ടാതെ ഡാഡി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. എല്ലാവരെയും വിളിച്ചത് അബദ്ധമാവൂ? ഒരു അബദ്ധവും ആവില്ല. നിന്റെ ഡാഡി വരുമെന്ന് പറഞ്ഞത് ഈ ഞാനാ. അതുകൊണ്ട് വന്നിരിക്കും. മമ്മി വെറുതെ ധൈര്യം ഭാവിച്ചിട്ട് കാര്യമില്ല. ദേ, ഇപ്പൊ വേണമെങ്കിലും നമുക്ക് സമയമുണ്ട്. ചിലര് പുറപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും ഫോണിൽ വിളിച്ച് മുടക്കാവുന്നതേ ഉള്ളൂ. വിളിച്ചു മുടക്കാനോ? അത് ഒരു കാരണവശാലും നടക്കില്ല. പുറപ്പെട്ടവര് ഇവിടെ ഇപ്പം എത്തും. ഇതുവരെ പുറപ്പെടാത്തവര് പുറപ്പെടുകയും ചെയ്യും. മമ്മി, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തടിസ്ഥാനത്തിലാ ഡാഡി വരുമെന്ന് പറയുന്നേ? ഇന്ന് ഈ ഫംഗ്ഷനിൽ ഡാഡി വന്നില്ലെങ്കിൽ നാളെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. മമ്മി, ഇതേ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ പാത്മ അത് പാലിക്കുമെന്ന് നിങ്ങളുടെ ഡാഡിക്ക് നന്നായിട്ട് അറിയാം. നീ പൊയ്ക്കോ. മമ്മി, വെറുതെ എന്നെ ടെൻഷനാക്കല്ലേ. ഒരു ഫംഗ്ഷന്റെ പേരിൽ ചത്തുകളയാണോ മമ്മി ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഇത് വെറും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷെ എനിക്കിത് അഭിമാനത്തിന്റെ പോരാട്ടാ. ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഡാഡി വിളിച്ചാൽ
ഞാൻ മുറിക്കാത്തുണ്ടെന്ന് പറഞ്ഞേക്ക്. ദേ, ഞാൻ ഈ ഫോണും എടുക്കില്ല. മമ്മി മമ്മി പ്ലീസ്. ഇതുവരെ പല അവസരങ്ങളിലും ഈ വീട്ടില് എന്നേക്കാൾ പ്രാധാന്യം ആ വേലക്കാരിക്ക് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.